അസ്സലാമു അലൈക്കും. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യൻ്റെ ആത്മീയ വിജയത്തിന് വേണ്ടി 5 കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരാൾ ഫോളോ അപ്പ് ചെയ്താൽ ആ മനുഷ്യൻ്റെ ആത്മീയമായ വിജയം അവനിക്ക് ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഒന്നാമതായി പറയുന്നത്, പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ബഹുമാനം മനസ്സിലാക്കി പരമാവധി ഖുർആനിൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിച്ച് ആലിമീങ്ങളിൽ നിന്ന് പഠിച്ച് അതിൻ്റെ ബഹുമാനം മനസ്സിലാക്കിയിട്ട് ഖുർആൻ പാരായണം ചെയ്യുക. ധാരാളമായി ഖുർആൻ ഖത്മുകൾ തീർക്കുക. അങ്ങനെ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ കലാമ് ധാരാളമായി ഓതാൻ തുടങ്ങിയാൽ അവൻ്റെ ഖൽബ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശിപ്പിക്കും. ഖുർആനിനേക്കാളും വലിയൊരു മരുന്നില്ല, ഖുർആനിനേക്കാളും വലിയൊരു ദിക്റില്ല. അതുകൊണ്ട് ഖുർആൻ പാരായണം ധാരാളമായി വർദ്ധിപ്പിക്കുക. അതാണ് ഒന്നാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നത്. രണ്ടാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നത്, വയറ് നിറച്ച്, അതായത് കാണുന്ന ഭക്ഷണങ്ങൾ മുഴുവനും വാരി വലിച്ച് കഴിക്കാതിരിക്കുക. ആവശ്യത്തിന് മാത്രം കഴിക്കുക. അനാവശ്യമായി വയറ് ബുദ്ധിമുട്ടുന്ന രൂപത്തിൽ കഴിക്കാതിരിക്കുക. തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും നോമ്പെടുക്കുക. ഇങ്ങനെ നിന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. അതിലൂടെ നമുക്ക് ആത്മീയമായ ഉയർച്ചയും വിജയവും ലഭിക്കുകയും ചെയ്യും. മൂന്നാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, രാത്രിയിലെ നിസ്കാരം അധികരിപ്പിക്കുക. നമുക്കറിയാം, രാത്രിയിൽ 11 റക്അത്ത് വിത്ർ നിസ്കാരം, അതുപോലെ തന്നെ ഇശാ നിസ്കാരത്തിന് മുൻപുള്ള സുന്നത്ത് നിസ്കാരം, ഇശാ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം, മഗ്രിബിൻ്റെ മുൻപുള്ള സുന്നത്ത് നിസ്കാരം, ശേഷമുള്ള സുന്നത്ത് നിസ്കാരം, സ്വലാത്തുൽ ഹവ്വാബീൻ അടക്കം എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും ഫർദ് നിസ്കാരത്തിന് പുറമെ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കുക. നാലാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, സ്വാലിഹീങ്ങളുമായിട്ട് സഹവാസം ഉണ്ടാക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരു മനുഷ്യനെ കുറിച്ച് അവൻ നല്ലവനാണോ ചീത്തവനാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉറ്റ ചങ്ങാതിമാർ ആരാണ് എന്നൊന്ന് പരിശോധിച്ചാൽ മതി. ആ സുഹൃത്തുക്കളുടെ സ്വഭാവമായിരിക്കും ഈ സുഹൃത്തിന് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ സ്വാലിഹീങ്ങളുമായിട്ട് സഹവാസം ഉണ്ടാക്കുക. അങ്ങനെ സ്വാലിഹീങ്ങളിൽ നിന്ന് കിട്ടുന്ന നന്മ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുക. അങ്ങനെ സ്വാലിഹീങ്ങളുമായുള്ള സഹവാസം, ആലിമീങ്ങളുമായിട്ടുള്ള സഹവാസം, മഹാന്മാരായ മുത്തഖീങ്ങളുമായി അള്ളാഹുവുമായി അടുത്ത ആളുകളുമായിട്ടുള്ള സഹവാസം നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരിക. അഞ്ചാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, പാതിരാ സമയങ്ങളിൽ, അത്താഴ സമയത്തൊക്കെ അള്ളാഹുവിലേക്ക് താഴ്മയോടുകൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള നമസ്കാരങ്ങളും ദുആകളും ഖുർആനോത്തുകളും ജീവിതത്തിൽ പതിവാക്കുക. ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ അവൻ കൊണ്ടുവന്നാൽ അവനിക്ക് ആത്മീയമായ വിജയം ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും അവനിക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.